പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെയും ബലപ്പെടുത്തി സഹായിച്ചു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാം. അവൻ രണ്ടാം സങ്കീർത്തനക്കാരൻ പാടുന്നു, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ചു, അവരുടെ കയറുകളെ എറിഞ്ഞു കളകാം. ദൈവജനത്തിന് എന്നും പോരാട്ടമുണ്ട്. നാം ശത്രുവിൻ്റെ രാജ്യത്തോടും അവൻ്റെ തന്ത്രങ്ങളോടും എന്നും പോരാട്ടത്തിലാണ്. ദൈവമക്കളായ നമുക്ക് പോരാട്ടമുള്ളത് ഏതെങ്കിലും മനുഷ്യരോടോ രാജ്യത്തോടോ അല്ല. നമ്മുടെ മരണം വരെയും നാം അന്ധകാര ശക്തികളോട് പോരാടി ജയിക്കേണ്ടവരാണ്. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളുമല്ല. നാം പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മാനസാന്തരത്തിനായി നമ്മുടെ ശരീരത്തിൽ ദൈവം ചില ഘട്ടങ്ങൾ അയക്കുകയും ചെയ്യും. വിവിധ പോരാട്ടം നമ്മുടെ ശുദ്ധീകരണത്തിനാണെന്ന് തിരിച്ചറിഞ്ഞ് നാം ക്രമീകരണം പ്രാപിക്കണം. നാം ജഡത്തിലാണ് ജീവിക്കുന്നത്. ഈ ജഡത്തിൻ്റെ മോഹങ്ങൾ നമ്മെ നിരന്തരം പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആകയാൽ നമ്മുടെ ആത്മാവോടുകൂടി പോരാടുന്ന ജഡീക ചിന്തകൾക്കെതിരെ നാം പോരാടിക്കൊണ്ടേയിരിക്കണം. 1 പത്രോസിന്റെ രണ്ടാം അധ്യായത്തിൽ പത്രോസ് പറയുന്നു, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്നു. ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞ് ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. പ്രിയ ദൈവപൈതലേ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിരവധി തടസ്സങ്ങളുണ്ടാകാം. പ്രാർത്ഥനയിൽ ഉറക്കം, ക്ഷീണം, മന്ദത, അലസത തുടങ്ങിയ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാം. അത് അറിയുന്നത് കൊണ്ടാണല്ലോ നാം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറയുവാനിടയായത്. നാം ഉപദേശ സത്യങ്ങൾ പാലിക്കുന്നതിനെതിരെയും ഉപദേശത്തിൽ നിലനിൽക്കുന്നതിനെതിരെയും വിവിധ നിലയിലുള്ള പോരാട്ടമുണ്ടാകാം. ആകയാൽ വിശ്വാസ സത്യങ്ങൾ പാലിക്കുവാൻ നാം പോരാടിക്കൊണ്ടേയിരിക്കണം. രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ എന്നും സാത്താന്റെ അടിമത്വത്തിന് കീഴിൽ തന്നെയാണ്. അവർ പാപത്തിൽ മരിച്ചു കിടക്കുകയാണ്. അവർക്ക് പോരാട്ടമൊന്നുമില്ല. അവർക്ക് മദ്യപിക്കാം, സിനിമ കാണാം, ഏത് പാപവും അവർക്ക് ഈ ലോകത്തിൽ ചെയ്യാം. എന്നാൽ ദൈവമക്കൾ എന്നും പോർക്കളത്തിൽ തന്നെയാണ്. എവിടെയും നാം പരാജയപ്പെട്ടാൽ സാത്താൻ നമ്മെ ബന്ധിക്കും. എന്നാൽ ദൈവത്തെ അറിഞ്ഞ് പ്രമാണപ്രകാരം ജീവിക്കുന്നവരുടെ ബന്ധനങ്ങളെ ദൈവം അറുത്തുകളയുകയും സാത്താന് അവിടെ മേൽ യാതൊരു അവകാശം ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കുകയുമില്ല. സ്വയം നിഗളവും അഹങ്കാരവും നിമിത്തം ബന്ധനം ഉണ്ടാകാം. ദൂതനെ ഭൂതമാക്കി മാറ്റിയതും ചക്രവർത്തിയായി വാണിരുന്ന നെബൂഖദ്നേസറിനെ പുല്ലുകൊണ്ട് തീറ്റിച്ചതും അഹങ്കാരത്തിന്റെ ഫലമായിരുന്നല്ലോ. മറ്റുള്ളവരെ പരിഹസിക്കുന്നത് ചിലർക്ക് ഹരമാണ്, അത് രസമാണ്. എന്നാൽ അത് നിമിത്തം അവരുടെ ബന്ധനങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. വ്യഭിചാരവും അശുദ്ധ ജീവിതവും നിമിത്തമാണല്ലോ ശിംശോൻ ബന്ധനത്തിലായതും കണ്ണ് നഷ്ടപ്പെട്ടതും. ആത്മാർത്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ ദൈവജനം ബന്ധിക്കപ്പെട്ടു പോകും എന്നതിന് സംശയമൊന്നുമില്ല. ആകയാൽ ദൈവസന്നിധി വിശുദ്ധിയോടും വേർപാടോടും വിശ്വസ്തയോടും കൂടെ ദൈവത്തെ ആരാധിക്കാം. ദൈവസന്നിധി സ്വന്തം നാം വീണു പോകാതെ നിലനിൽക്കുവാൻ സാത്താനോട് എതിർത്തു നിൽക്കാം, ദുഷ്ടനോട് എതിർത്ത് നിൽക്കാം. അവൻ്റെ തന്ത്രങ്ങളെ ഈ നാളുകളിൽ നാം തിരിച്ചറിയണം. സ്തോത്രം, ഹല്ലേലൂയ. നല്ല കൂട്ടുകാരുടെ വേഷത്തിൽ വന്നേക്കാം, നല്ല സ്നേഹിതരുടെ വേഷത്തിൽ വന്നേക്കാം, ചില നല്ല സഹപാഠികളുടെ കൂട്ടത്തിൽ വന്നേക്കാം, ദൈവദാസന്മാരെന്ന് പറഞ്ഞു വന്നേക്കാം, നല്ല വിശ്വാസി എന്ന് പറഞ്ഞു വന്നേക്കാം. ഏത് നിമിഷവും നമ്മെ തകർക്കുവാൻ പൈശാചികനായ ശത്രു പോരാടിക്കൊണ്ടിരിക്കുന്നു. അവന്റെ പോരാട്ടത്തിൽ നാം തകർന്നു പോകാതെ, വീണു പോകാതെ ജയിക്കുവാൻ
ദൈവകൃപയോടുകൂടെ ഈ പ്രഭാതം നമുക്കായിരിക്കാം. നമ്മുടെ കണ്ണുകളെ ദിവസങ്ങളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുവാൻ പരിശുദ്ധാത്മാവേ, ആമേ സ്തോത്രം, ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ലോകമെമ്പാടുമായിരുന്നു ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാ കർത്താവിന്റെ വിലയേറിയ ദാസിദാസന്മാരെയും വാത്സല്യ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരും വീണു പോകുവാനിട വരാതെ, ആരും ബന്ധനത്തിൽ അകപ്പെട്ടു പോകുവാനിട വരാതെ, ബന്ധനങ്ങളെ പൊട്ടിച്ച് കർത്താവെ ഈ ദിവസങ്ങളിൽ ആമേൻ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ കർത്താവെ നിലനിൽപ്പാൻ, ആമേൻ വിശുദ്ധിയോടുകൂടെ നിലനിൽപ്പാൻ, വേർപാടോടുകൂടെ നിലനിൽപ്പാൻ, ഭയത്തോടുകൂടെ ഭക്തിയോടുകൂടെ നിലനിൽപ്പാൻ സ്വർഗം സഹായിക്കണം. നല്ല മാതൃകയിൽ കർത്താവെ നിലനിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ആമേൻ ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും നിന്റെ ജനത്തെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. സകലവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം കർത്താവെ. കുടുംബ ജീവിതങ്ങളിൽ പ്രതികൂലങ്ങൾ നേരിടുന്ന അനവധി പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. പലവിധമായ പോരാട്ടങ്ങളിൽ കൂടെ ആമേ പോർ വിളിക്കുന്ന സകല പോരുകളെ യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും പകരണം. ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടണം. മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.